ടാൻസാനിയയിലെ കിളിമഞ്ചാരോ പർവ്വതത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഡൊമിനിക്കൻ വൈദികൻ ഫാദർ കോർവിൻ ലോയാണ് പർവ്വതാരോഹണത്തിനിടയിൽ 5000 മീറ്റർ വരുന്ന മലമുകളിൽ വിശുദ്ധ ബലി അർപ്പിച്ചത്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കിളിമഞ്ചാരോ. കൂടാതെ ഈ പർവ്വതത്തിന് 3 അഗ്നിപർവ്വത മേഖലകളുമുണ്ട്. ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് പോർട്ട്ലൻഡുകാരനായ ഫാദർ കോർവിൻ ലോ തന്റെ കൂടെയുള്ള സഞ്ചാരികൾക്കൊപ്പം വിശുദ്ധ കുർബാനയർപ്പിച്ചത്. ഫാദർ ലോയ്ക്ക് മലകൾ കയറുന്നത് ഒരു ഹരമാണ്. തന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യാത്രകൾ വിചിന്തനത്തിനുള്ള ഏറ്റവും നല്ല സമയമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം യാത്രകളിൽ ധാരാളം ജപമാലകൾ ചൊല്ലുന്നതിനും ഇടവകജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ധാരാളം സമയം ലഭിക്കാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. കിളിമഞ്ചാരോ യാത്രയെക്കുറിച്ച് ഫാദർ ലോ പറയുന്നത് ഇങ്ങനെയാണ്. കിളിമഞ്ചാരോ മേഖലയിൽ എത്തുമ്പോൾ നല്ല ഇടിയും മിന്നലും മഴയും ഉണ്ടായിരുന്നു. ഇത്തരമൊരു അന്തരീക്ഷം 10 വർഷമായി ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ലെന്ന് പറയപ്പെടുന്നു. മലമുകളിൽ എത്തിയപ്പോഴാണെങ്കിൽ നല്ല കാറ്റും മഞ്ഞും ഉണ്ടായിരുന്നു. എങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ കുർബാന തുടങ്ങിയപ്പോഴേക്കും മേഘങ്ങൾ നീങ്ങി വെയിൽ വന്നു. എന്നാൽ കുർബാന അവസാനിച്ചപ്പോൾ അന്തരീക്ഷം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. ഇത്രയും ഉയരമുള്ള പർവ്വതത്തിന്റെ മുകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികന്റെയും സംഘത്തിന്റെയും ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.